എനിക്ക് ആ കടകളൊക്കെ വീട്ടാനും ഒരു പൾസർ ബൈക്കിലാണ് ബിസിനസ് തുടങ്ങിയെങ്കിൽ ഈ ബിസിനസ്സിനകത്തൂടെ ആദ്യം സ്വിഫ്റ്റ് കാറും ഇപ്പൊ എന്ത് ചെയ്യാണ് ഓൾമോസ്റ്റ് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഹുണ്ടായി ക്രെറ്റ കാർ അച്ചീവ് ചെയ്യാനും ചിന്തിച്ചു നോക്കിയേ. കാരണം അവരുടെ മനസ്സിനകത്ത് ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കള്, അടുത്ത തലമുറ, ഇനി വരാൻ പോണ തലമുറ ഏറ്റവും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൊക്കെ പോണേ. കാരണം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഠിച്ച കോഴ്സുകൾ നാളെ ഒരു ഉപകാരമില്ലാത്ത കാലത്തിലേക്കാണ് പോണത്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്നലെ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന പല കോഴ്സുകളും ഒഴിവാക്കി ആ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഭ്യസ്തരന്മാരായ ആൾക്കാരെ കൊണ്ട് നമ്മൾ നാട്ടിൽ തട്ടിക്കൊണ്ട് നടക്കാൻ വയ്യ. ഇന്ന് പഠിച്ച ജോലിക്ക് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ ജോലിയില്ല, അതിനൊരു വരുമാനമില്ല. അതൊക്കെയാണ് നമ്മുടെ നാട്ടില്. അത് മാത്രമല്ല, വീട്ടിലേക്ക് പഠിക്കാൻ ലക്ഷങ്ങൾ എന്ത് ചെയ്യണം? ചെലവാക്കണം. മാസം 10,000 എന്ത് ചെയ്യണം? ലോൺ അടയ്ക്കണം. പക്ഷെ വീട്ടിൽ കഴിഞ്ഞ കുട്ടിക്ക് ആദ്യ ശമ്പളം 10,000 താഴെ 15,000 അടുത്തേ ഉള്ളൂ. എങ്ങനെ ജീവിക്കും? ജീവിത ചെലവുകൾ കൂടുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താ കാലഘട്ടം മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയും ഒരു 18 വയസ്സ് മുകളിലുള്ള മക്കളെയൊക്കെ എന്ത് ചെയ്യണം? ഈ ബിസിനസ് കാണിപ്പിക്കണം, കേൾപ്പിക്കണം. കാരണം ഇവിടുത്തെ പ്രത്യേകത അറിയോ? ഇന്ന് നമ്മുടെ തലമുറ വഴിവെളിച്ച് പോവാണ്. ശരിയാണല്ലേ? ആ സമയത്ത് നമ്മളെ കൂടെ കൂട്ടിയാൽ ഞങ്ങൾ ഒരു ഗ്യാരണ്ടി നിങ്ങളുടെ മക്കൾക്ക് തരാം. ഒരു 2 വർഷമോ 3 വർഷമോ ഞങ്ങളെ കൂടെ വിട്, നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ വിട്. നിങ്ങളുടെ മക്കളെ സൽസ്വഭാവം സമ്പന്നനായ ഒരു വ്യക്തിയാക്കില്ലേ ഞങ്ങൾ ഈ ബിസിനസ് ഞങ്ങൾ ചിന്തിച്ചു. ഞാൻ ആദ്യമായിട്ട് നിഷാദെ നീ വിജയിക്കും എന്ന് കേട്ടത് ജീവിതത്തിൽ കേട്ടത് ഈ ബിസിനസ് വന്നതാ. ശരിയാണല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു നമ്മുടെ വീട്ടിൽ എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റൂല അല്ലെ? സ്കൂളിൽ എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റൂല അല്ലെ? പക്ഷെ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എവിടെ നിന്ന് വന്നോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കും. ആ ജീവിതത്തിനകത്ത് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യും? അവരെ ഈ ബിസിനസ്സിനകത്തൂടെ ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ കോടീശ്വരക്ക് മാറ്റിയിരിക്കും. കാരണം എന്താ? കൂടെ വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കുക. ഇന്ന് നമ്മളെല്ലാവരും തന്നെ ഏതൊക്കെയോ കമ്പനിക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലാത്ത ആൾക്കാർ ഏതൊക്കെ കമ്പനിക്ക് വേണ്ടി ഇന്ന് 10 രൂപ 20 രൂപ കൊടുക്കുന്നില്ല. ഇന്ന് പല്ല് വെച്ച ആൾക്കാർ അവർ ഏതോ കമ്പനിക്ക് രാവിലെ 1 രൂപയും 15 രൂപയും കൊടുക്കുന്നുണ്ട്. എസ്വർണോ അല്ലെ? ചിന്തിക്കുക. നാളെ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫോൺ മതി, കുറച്ച് ഉൽപ്പന്നം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് ആളുകളിലേക്ക് എന്ത് ചെയ്യാണ്? ഇതിന്റെ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത്, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് നാളെ 14 ലക്ഷം ആളുകളിലേക്ക് എത്തുമ്പോ അവര് രാവിലെ ഒരു നേരം പല്ല് തേച്ചാൽ മതി, നിങ്ങൾ കോടീശ്വരനാവും.